വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ഗുരുതരമായ ചികിത്സാരോപണം. 5 വർഷം മുൻപ് ശസ്ത്രക്രിയ നടത്തിയ യുവതിയുടെ വയറ്റിൽ നിന്ന് കത്രിക കണ്ടെത്തി. പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിലാണ് കത്രിക കണ്ടെത്തിയത്. 5 വർഷമായി വേദന സഹിച്ചാണ് ജീവിക്കുന്നതെന്ന് അവർ പറയുന്നു. MRI സ്കാൻ പരിശോധനയിലാണ് കത്രിക കണ്ടെത്തിയത്. ചെന്ന് കഴിഞ്ഞ് ആദ്യമേ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പര പോലെയാണ് കണ്ടത്. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ ഒരു എക്സ്റേയും കൂടെ എടുത്തപ്പോൾ എക്സ്റേക്കകത്ത് കത്രിക കിടക്കുന്ന കാണുന്നു. അപ്പോൾ കല്ലാണെന്ന് പറഞ്ഞിട്ടിരുന്നു. അതിൻ്റെ മരുന്നൊക്കെ കഴിച്ച് വേദന വരുമ്പോൾ മരുന്ന് കഴിക്കും. പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ബ്ലഡ് പോകും. പിന്നെ കുറേ വെള്ളമൊക്കെ കുടിക്കുമായിരുന്നു. അങ്ങനെ ആ മരുന്നിൻ്റെ പുറത്താണ് ഞാൻ നിന്നത്. പക്ഷേ എക്സ്റേ കണ്ടപ്പോഴാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇത് കത്രിക കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയന്നു പോയി. അമൽ ഉഷയുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമൽ, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിനോടകം ഏതെങ്കിലും പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ ഉത്തരവാദിത്തപ്പെട്ട ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന്? രണ്ടാമത്തെ കാര്യം, സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുകയാണ്. കനത്ത പ്രതിഷേധങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടായേക്കും നാളെ. വിശദാംശങ്ങൾ. ആനന്ദ്, ഇപ്പോൾ അല്പസമയം മുൻപാണ് അമ്പലപ്പുഴ MLA ആയിട്ടുള്ള H. സലാം ഇവിടെ ഈ വീട്ട് സന്ദർശിക്കുകയും ഉഷയുടെ ബന്ധുക്കളുമായി സംസാരിക്കുകയും ആ എക്സ്റേ അടക്കം കാണുകയും ഈ ചികിത്സാ രേഖകൾ അടക്കം കാണുകയും ഇതിൽ യാതൊരു തരത്തിലുള്ള കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാക്കുമെന്ന് H. സലാം പറയുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ചും സൂപ്രണ്ട് ഡോക്ടറോട് അടക്കം സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ ഈ വീട്ടിലേക്ക് എത്തിക്കുകയും ഉഷ ജോസഫിനെ നേരിൽ കാണുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്തത്. അതിനുശേഷം H. സലാം മാധ്യമങ്ങളോട് കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചിരുന്നു, ഈ ഉഷയുടെ ബന്ധുക്കളുടെ അടക്കം ആവശ്യം, നഷ്ടപരിഹാരം എന്നൊരു ആവശ്യമുണ്ട്, അതിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് പറയുന്നത്. അതിലൊരു ഉറപ്പ് നൽകുവാൻ H. സലാമിന് ഇപ്പോൾ സാധിക്കില്ല എന്നും നമ്മൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. പ്രത്യേകിച്ചും ആ സമയത്ത് ഈ ഒരു ചികിത്സ നൽകിയിരുന്ന ഡോക്ടറുടെ യൂണിറ്റ് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഏത് ഡോക്ടറാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ഡോക്ടറിന്റെ കൂടെ ഉണ്ടായിരുന്ന സംഘത്തിൽ ആർക്കാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചത് എന്ന കാര്യത്തിലെല്ലാം വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തും. ഇതിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് തന്നെ ഒരു സംഘത്തെ നിയമിക്കുവാനുള്ള നിയമ നടപടികളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് വന്ന സാഹചര്യത്തിൽ ഈ കുടുംബത്തെ എങ്ങനെയും നിശബ്ദരാക്കുവാനായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരടക്കം ശ്രമിച്ചത് എന്ന് ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മൾ ഉഷ ജോസഫിന്റെ ബന്ധുവായിട്ടുള്ള ഒരു സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ 2 ഡോക്ടർമാർ ഇവരെ ബന്ധുക്കളെ ഒരു റൂമിലേക്ക് വിളിക്കുകയും പിന്നീട് ഈ വിഷയം പുറത്തു പറയരുത് എന്ന് ഇവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്ന് അവർ പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ഗൗരവമേറിയ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടും അതിനെ മറച്ചു പിടിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷവും ആ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നിരിക്കെ അവർ പറയുന്നത് 5 വർഷം മുൻപുണ്ടായ കാര്യമാണ്. അതിനാൽ അന്ന് ഉണ്ടായിരുന്ന ഡോക്ടർമാരെല്ലാം സ്ഥലം മാറിപ്പോയിരിക്കുന്നു. അവരുടെ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് 5 വർഷങ്ങൾക്ക് പിന്നോട്ട് പോയി തേടേണ്ടത്. അതിനൊരു കാലവിളംബം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം ധ്വനിക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു ഇപ്പോൾ നമ്മൾ മെഡിക്കൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകളുമായി സംസാരിക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നാളെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള സമരമാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടാകുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ആദ്യമായിട്ടല്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ, അതായത് ഗൈനക്കോളജി വിഭാഗത്തിൽ തന്നെയുള്ള നാസർ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് സംസാരിക്കുമ്പോൾ കൺസൾട്ടേഷൻ നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയം തോന്നുകയും പിന്നീട് സ്വകാര്യ ലബോറട്ടറിയിൽ അയച്ച് ഇത്തരത്തിൽ പരിശോധന നടത്തണമെന്ന് പറയുകയും ഇതിനെ തുടർന്ന് ഉഷ ജോസഫും ബന്ധുക്കളും അടക്കം സ്വകാര്യ ലബോറട്ടറിയിലേക്ക് ചെല്ലുകയും അവിടെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് ആദ്യം ഒരു ലൈനായി കാണുകയും പിന്നീട് ഇത് കത്രിക തന്നെ എന്ന് തെളിയിക്കുന്ന മറ്റൊരു എക്സ്റേ കൂടി ലഭിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇവരാകെ ഭയന്നു പോവുകയായിരുന്നു. അതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിനെ സമീപിച്ചപ്പോൾ അടുത്ത ചൊവ്വാഴ്ച ശസ്ത്രക്രിയ ചെയ്ത് കത്രിക പുറത്തെടുത്തു തരാം എന്നൊരു ഉറപ്പടക്കം വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതർ ബന്ധുക്കൾക്ക് നൽകി അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവരെ നിശബ്ദരാക്കുവാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. എന്നാൽ അല്പസമയം മുൻപ് ഉഷ ജോസഫുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഉഷ തന്നെ പറയുന്നത് ഇനി വീണ്ടും നമുക്ക് വണ്ടാനത്തേക്ക് പോകുവാൻ തന്നെ ഭയമാകുന്നു എന്നാണ് പറയുന്നത്. സർക്കാരിന്റെ, പ്രത്യേകിച്ചും കേരളത്തിന്റെ ആരോഗ്യ മോഡൽ, കേരളത്തിന്റെ ഹെൽത്ത് കെയർ സിസ്റ്റം അതേക്കുറിച്ചെല്ലാം പലപ്പോഴും നമ്മുടെ ഉന്നത അധികാരികളും നമ്മുടെ മന്ത്രിമാരും ജനപ്രതിനിധികളും എല്ലാം ഊക്കം കൊള്ളുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ആരോപണം അത് ഉണ്ടാകുന്നത്. ഒരിടത്തു നിന്നല്ല പലയിടത്തു നിന്ന്, ഒരു വട്ടമല്ല പലവട്ടം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതീവ ഗൗരവകരമാണ്. പ്രത്യേകിച്ചും നഷ്ടപരിഹാരം എന്നത് അങ്ങേയറ്റം ആവശ്യമാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. ഈ 5 വർഷക്കാലം തൊഴിലുറപ്പ് ജോലി ചെയ്താണ് ഈ കുടുംബത്തിൽ ഉഷ ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത്. തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നതിനിടയിൽ പോലും
പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളും പ്രത്യേകിച്ചും ഈ കത്രിക വയറിലിരിക്കുന്നതിൻ്റെയുള്ള പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളും ഉഷയ്ക്ക് നേരിടേണ്ടി വരുന്നു. കിതപ്പും തളർച്ചയും അടക്കം നേരിടേണ്ടി വന്നു. അത് അടക്കമുള്ള കാര്യങ്ങൾ നേരിട്ടിട്ടും തൊഴിലുമായി മുന്നോട്ട് പോവുകയായിരുന്നു. വേദന സഹിക്കാതെ വന്നപ്പോഴാണ് മൂത്രത്തിലൂടെ രക്തമടക്കം പ്രവഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ആശുപത്രിയിലേക്ക് വീണ്ടും പോയത്. ഏതായാലും അതിന്റെ ഗൗരവം വലുത് തന്നെയാണ്. അമൽ ആവർത്തിച്ചു പറയുന്നത് പോലെ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ആകെ പ്രശ്നമെന്ന നിലയിൽ ഇക്കാര്യത്തിന് വിലയിരുത്താനാവില്ല. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. എച്ച് സലാം MLA നേരത്തെ ഉഷയുടെ വീട് സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ന്യൂസ് മലയാളത്തോട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. ഏത് ഡോക്ടറാണോ ചെയ്തത് അവരുടെ യൂണിറ്റാണെന്ന് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. മെയ് മാസം 2021 മെയ് മാസം 12 ഞാൻ വരുന്ന വഴിക്ക് തന്നെ സൂപ്രണ്ടിനോടും ആരോഗ്യമന്ത്രിയോടും സംസാരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ പരിശോധിച്ച് പറഞ്ഞ ഡേറ്റ് മെയ് 12 എന്നുള്ളതാണ് പറഞ്ഞത്, 2021. അപ്പോൾ ലളിതാംബിക ഡോക്ടറുടെ യൂണിറ്റാണെന്നും പറഞ്ഞു. ചെയ്തതാരാണെന്നും സ്വാഭാവികമായിട്ട് അവിടുത്തെ രേഖകൾ പരിശോധിച്ച് കാണാൻ കഴിയും. അത് കൃത്യമായി പരിശോധിച്ച് ഏത് ഡോക്ടറാണോ ഈ കുറ്റം കാണിച്ചിട്ടുള്ളത് അവർക്കെതിരായ ശക്തമായ നിയമപരമായ നടപടി സ്വീകരിക്കണം.